അത് സമർപ്പിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിലെ മുന്നണി പോരാളി, മതസൗഹാർദ്ദത്തിന്റെ മഹാനായ കാവൽക്കാരൻ, സേവന രംഗങ്ങളിലെ നിറസാന്നിധ്യം, ലോക പണ്ഡിതരുടെ ആദരമേറ്റുവാങ്ങിയ പണ്ഡിത പ്രതിഭ, അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തുന്നു. ആദരവോടെ ഉസ്താദിനെ ക്ഷണിക്കുന്നു. يا الله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. صدق رسول الله صلى الله عليه وسلم. محمد أشرف الأعراب والعجم، محمد أشرف من يمشي على قدمي، محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. فاق النبيين في خلق وفي خلق، ولم يدانوه في علم ولا كرم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جسماني. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد.
ബഹുമാനമുള്ള ഉലമാക്കൾ, മുതഅല്ലിമുകൾ, വ്യക്തികൾ, സുഹൃത്തുക്കളെ, സാധാരണ നാം നബിദിന സമ്മേളനം, റസൂൽ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് തൃശ്ശൂർ ടൗണും പരിസരവുമെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സദസ്സാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഖദാ പ്രകാരം ഇവിടെ ഉണ്ടായ രോഗം കൊറോണ വൈറസ്, അതിൻ്റെ കാരണത്താൽ നമുക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സദസ്സുകൾ മാത്രമാണ് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു 20-ൽ താഴെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ബർക്കത്തിന് വേണ്ടി ഉലമാക്കളെ ഒരുമിച്ച് കൂട്ടി ഒരല്പസമയം സംസാരിക്കുകയാണ്. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം, അത് ബഹ്റുൻ അമീഖുൻ, വലിയ ആഴമേറിയ കടലാണ്. ആഴമേറിയ കടലിലേക്ക് കടക്കാൻ ആർക്കും സാധ്യമേ അല്ല. എന്ന് പറഞ്ഞാൽ ആർക്കും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനോ ഒരു സ്ഥലത്ത് എത്താനോ സാധ്യം അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്, മബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അറിവ് നമുക്ക് പറയാൻ കഴിയുന്നത് അവർ ഒരു മനുഷ്യരാണ്. എല്ലാ സൃഷ്ടികളിലും ശ്രേഷ്ഠരായ ഒരു മനുഷ്യരാണ്. സാധാരണ മനുഷ്യരല്ല, ഒരു സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല. എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമമായ അതിമഹത്വമേറിയ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ലാതെ നമ്മെക്കൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നബിയാക്കപ്പെട്ടു, നുബുവത്ത് നൽകി. കുന്തു നബിയ്യൻ വആദമു ബൈനൽ മാഇ വത്തീൻ. മറ്റൊരു ഹദീസിൽ കുന്തു നബിയ്യൻ വആദമു മുൻജദിലുൻ ഫീ തീനതിഹി. ആദം നബി അലൈഹിസ്സലാം ആ കളിമണ്ണിൽ കൊഴിഞ്ഞു കിടക്കുന്ന സമയം ഞാൻ നബിയായി പോയിരിക്കുന്നു. ഞാനിപ്പോൾ പുതുതായ നബിയായതല്ല. അന്ന് തന്നെ ഞാൻ നബിയാണ്, എനിക്ക് നുബുവത്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. പിന്നെയോ 40 വയസ്സിൽ എന്താണ് കിട്ടിയത്? 40 വയസ്സിൽ കിട്ടിയത് ഈ നുബുവത്തിന്റെ പ്രഖ്യാപനം ആണ്, പരസ്യപ്രഖ്യാപനം.
ആ പരസ്യപ്രഖ്യാപനത്തിൻ്റെ മുമ്പ് വേറെ ഒരു പ്രഖ്യാപനവും നടന്നിട്ടുണ്ട്. അമ്പിയാക്കളെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല ഒരു പ്രഖ്യാപനം നടത്തി. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, അമ്പിയാക്കളെ മുഴുവനും വിളിച്ചു വരുത്തി അവരോട് അല്ലാഹു തആല കരാറ് ചെയ്യിപ്പിച്ചു. അവർ ഏതെങ്കിലും ഒരാൾ ഉള്ള കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന പക്ഷം അവർ അവരുടെ ശരീഅത്ത് നിർത്തിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അംഗീകരിച്ചു കൊള്ളണം. അതാണ് ലൗകാന മൂസ ഹയ്യൻ ലമാ വസിയഹു ഇല്ല ഇത്തിബാഇ. മൂസാ നബി അലൈഹിസ്സലാം അഥവാ ഇന്ന് ഹയാത്തുണ്ടായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹിന്റെ കാലത്ത് മൂസാ നബി അലൈഹിസ്സലാം ഹയാത്തുണ്ടായിരുന്നുവെങ്കിൽ ലമാ വസിയഹു ഇല്ല ഇത്തിബാഇ, ആ മൂസാ നബിക്ക് എന്നോട് പിൻപറ്റലല്ലാതെ സാധ്യമല്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് മുഴുവൻ അമ്പിയാക്കളും റസൂലുള്ളാഹിനെ അംഗീകരിച്ചു കൊള്ളണം എന്ന ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൻ്റെ ശേഷം 40 വയസ്സായപ്പോൾ എല്ലാ ജനങ്ങൾക്കും പ്രഖ്യാപനം, കൂടാതെ റിസാലത്ത് എത്തിച്ചു കൊടുക്കാനുള്ള, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പനയും ലഭ്യമാവുകയുണ്ടായി. ആ സമയങ്ങളിലെല്ലാം ഉണ്ടായ അത്ഭുതങ്ങളൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാനോ ഒരു ചെറിയ ഭാഗത്ത് കടക്കാനോ പോലും നമുക്ക് സാധ്യമല്ല. അത്രയും വലിയ അത്ഭുത സംഭവങ്ങൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആ കാലം മുതൽക്ക് തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ നബുവത്ത് സ്ഥിരപ്പെട്ടത് കൊണ്ട് അന്ന് മുതൽക്ക് തന്നെ അവിടത്തേക്ക് വലിയ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായി. ഗർഭം ധരിക്കുന്നതിൻ്റെ മുമ്പ് അത്ഭുതം ഉണ്ടായി. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിൽ അത്ഭുതമുണ്ടായി. അവർ രണ്ടുപേരും ഏറ്റവും നല്ല വിശ്വസ്തരും ഈമാനുള്ളവരും തൗഹീദുള്ളവരും ആയിരുന്നിട്ട് പോലും അവർക്ക് നിക്കാഹ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സമയം വേണ്ടി വന്നു. ആ സമയത്ത് ആമിന ബീവിയുടെ മുഖത്ത് കാണുന്ന പ്രസന്നതയും പ്രകാശവും കൊണ്ട് ആമിന ബീവിയെ അബ്ദുള്ള കെട്ടാൻ തീരുമാനിച്ചു. അബ്ദുള്ള എന്നവരുടെ മുഖത്തുള്ള ആ പ്രകാശത്തിൻ്റെ പേരിൽ ആമിന ബീവി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അവിടുത്തെ ഉമ്മയിൽ നിന്നും അത്ഭുത സംഭവങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതൊന്നും 10, 100 ഒന്നും അല്ല, പറയാൻ കഴിയില്ല. കാണുന്ന കല്ലുകൾ റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി. ഇന്നി ലഅരിഫു ഹജറൻ യുസല്ലിമു അലയ്യ, എനിക്ക് സലാം ചൊല്ലിയിരുന്ന, എൻ്റെ നുബുവത്ത് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് സലാം ചൊല്ലിയിരുന്ന ധാരാളം കല്ലുകൾ ഉണ്ട്. ആ കല്ലുകൾ എനിക്കറിയാം എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അവിടുന്ന് പിന്നെ 40-ാമത്തെ വയസ്സിൽ റിസാലത്ത് ലഭിച്ചതോടുകൂടി ഖിയാമത്ത് നാൾ വരെയുള്ള
എല്ലാ ജീവിത പദ്ധതികളും അവിടെ നിന്ന് വരച്ച് കാട്ടിത്തന്നു, പഠിപ്പിച്ചു തന്നു. ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം പഠിപ്പിച്ചു തന്നു. ഒരു മനുഷ്യർ കാണുമ്പോൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? അത് ഇസ്ലാമാണ് നമുക്ക് പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലാണ് പഠിപ്പിച്ചത്. എത്രത്തോളം തബസ്സുമുക അലാ അഖീക ഇബാദ. ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ആ പുഞ്ചിരിക്കലൊക്കെ. അറബ് നാട്ടിൽ പോയവർ ഇവിടെ ധാരാളമാണല്ലോ. അറബികളെ കണ്ടാൽ അവർ സദസ്സിലൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് എഴുന്നേറ്റ് നിൽക്കലും, എന്നിട്ട് കൈ തന്ന് സലാം മടക്കി എന്തൊക്കെയാണ് നിങ്ങളുടെ വിവരം എന്ന് ചോദിക്കുന്നത് കേട്ടാൽ ഒരു 10 കൊല്ലത്തെ പരിചയമുള്ള ആളെപ്പോലെ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു അദബാണ്. തബസ്സുമുക അലാ അഖീക ഇബാദ. നിന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, എന്നിട്ട് അവൻ്റെ വർത്തമാനം ചോദിക്കുക, അവനോട് സംസാരിക്കുക സലാം പറഞ്ഞതിന് ശേഷം. ഇത് വലിയ ഇബാദത്താണ്. അങ്ങനെ ആദ്യമായി ഒരു വ്യക്തി കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അവൻ സംസാരിക്കണം, അവൻ പുഞ്ചിരിക്കണം, സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കും. പിന്നെ മനുഷ്യരെ ആകർഷിപ്പിക്കുന്ന ഏറ്റവും വലിയ വസ്തു സൽസ്വഭാവമല്ലേ? അല്ലേ? അല്ലാത്ത ഒരാൾ പണക്കാരനായാലും ശരി, ആലിമായാലും ശരി, ആരായാലും ശരി, സൽസ്വഭാവമല്ലേ അയാൾക്കുള്ള ആരും അടുക്കൂല. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആരും അടുക്കുക, അയാൾ കിബറനാണ്, അയാൾ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വിട്ടുകളയും. അതേസമയത്ത് ഓ ഹബീബായ നബിയെ, അവിടുന്ന് ഏറ്റവും വലിയ സൽസ്വഭാവത്തിൻ്റെ ഉടമസ്ഥരാണ്. ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ആരിലെല്ലാം സൽസ്വഭാവമുണ്ടോ ആ സൽസ്വഭാവത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിൻ്റെ അധീനപ്പെടുത്തി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ എന്ന നിലക്ക് എല്ലാവരുടെയും സൽസ്വഭാവം, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള മുഴുവൻ മനുഷ്യരുടെയും സൽസ്വഭാവം, ജിന്നിൽ സൽസ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അവരുടെ സൽസ്വഭാവം, മലായിക്കത്തിൻ്റെ സൽസ്വഭാവം, അങ്ങനെ എല്ലാ സൽസ്വഭാവങ്ങളും ഒരുമിച്ച് കൂട്ടിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖുലുഖ് സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് പറഞ്ഞത്. ഖുർആനാണ്, പരിശുദ്ധ ഖുർആൻ എന്തെല്ലാം സൽസ്വഭാവങ്ങൾ പഠിപ്പിച്ചോ ആ മുഴുവൻ സ്വഭാവങ്ങളും 100% ഒരുമിച്ച് കൂടിയ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ആണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു അഖില ലോക ചരാചരങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് പടച്ചു. അവൻ മറ്റൊരാളിലേക്ക് ആശ്രയിക്കാതെ, മറ്റൊരാളോട് കണ്ടുപിടിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മുഴുവനും പടച്ച റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇവിടെ എത്തിച്ചു കൊടുക്കാൻ അയക്കപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്ക് റഹ്മത്തായി അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിച്ചാൽ മതി. നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിലൊന്ന് ലഭിക്കും. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്തൊരു കരുണയാണ്, എന്തൊരു റഹ്മത്താണ്
അതാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. തങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തായ കാരണത്താൽ തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. മറിച്ച് വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി, തങ്ങളെങ്ങാനും ഹൃദയം പരിവരുത്ത ആളായിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, അവരെല്ലാവരും ഓടിപ്പോകുമായിരുന്നു, ആരെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ സൽസ്വഭാവത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു നബി തങ്ങളുടെ നബി തങ്ങളുടെ സൽസ്വഭാവം പോലെ സൽസ്വഭാവമുള്ള ഒരു മനുഷ്യരെ ലോകത്ത് കാണാൻ സാധ്യമല്ല. അവിടത്തെ പോലെ അറിവുള്ള വ്യക്തിയെ കാണാൻ സാധ്യമല്ല. അവിടത്തെ പോലെ നല്ല തറവാട്ടുകാരനെ കാണാൻ സാധ്യമല്ല. അവിടത്തെ പോലെ ധീരനായ ഒരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടില്ല. അവിടത്തെ പോലെ ധർമ്മം ചെയ്യുന്ന ആൾ ആരും വന്നിട്ടില്ല. വക്കാന അജ്വദന്നാത്തി, മനുഷ്യരെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. വക്കാന അജ്വദ മിന റീഹിൽ മുർസല, അടിച്ച് വീശുന്ന കാറ്റ്, ആ കാറ്റിനേക്കാൾ അങ്ങേയറ്റം ധർമ്മിഷ്ഠരാണ്. കാറ്റ് എല്ലാ വസ്തുക്കൾക്കും കിട്ടുമല്ലോ, അതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ധർമ്മം, അവിടുത്തെ ഗുണം എല്ലാവർക്കും ലഭിക്കുന്നു. അത്ര വലിയ ധർമ്മിഷ്ഠരാണ്, സൽസ്വഭാവിയാണ്, അറിവിൻ്റെ ഉടമസ്ഥരാണ്. അവിടുത്തെ അറിവിന് വല്ല ആഴവും ഉണ്ടോ? എത്രയാണ് ആഴം പറയാൻ കഴിയുമോ? അവിടുത്തെ അറിവിൻ്റെ ആഴം ഒരാൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അഅലമുക്കും ബില്ലാഹി വഅഖ്ശാകും വഅത്ഖാകും അന, അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നത് ഞാനാണ്, അല്ലാഹുവിൻ്റെ അധികം ഭയപ്പെടുന്നത് ഞാനാണ്, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുന്നത് ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹുവിനെ പറ്റി ഏറ്റവും വലിയ മഅരിഫത്ത്, മഅരിഫത്താണല്ലോ ഈമാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ മഅരിഫത്താണ്. പക്ഷെ ആ മഅരിഫത്തിൻ്റെ താഴെ ഡിഗ്രിയാണ് നമ്മളെ അടുക്കലുള്ളത്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കലുള്ളത് ഏറ്റവും വലിയ ഉയർന്ന ഡിഗ്രിയാണ്. ആ ഡിഗ്രിയിലുള്ള മഅരിഫത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലൗഹിലും കലമിലുമുള്ള അറിവ് എന്ന് ഇമാം ബുസീരി പറഞ്ഞത്. ലൗഹിലും കലമിലുള്ള അറിവ് തങ്ങളുടെ അറിവിൽ നിന്നൊരു ഭാഗം മാത്രമാണ്. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറം അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല അറിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നാം അല്ലാഹുവിൻ്റെ ഹബീബിനെ മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. എന്നിട്ട് അവിടത്തോടുള്ള മഹബത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നമുക്കിങ്ങോട്ട് ഉണ്ടാവണം. അതാണ് മഹാന്മാരായ സഹാബത്ത് നമ്മളെ കാണിച്ചു തന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഹുനൈനി യുദ്ധത്തിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയോട് വന്ന് ഒരാൾ പറയുന്നു, ഓ സ്ത്രീ, നിന്റെ മകൻ കൊല്ലപ്പെട്ടു പോയി. ആ സ്ത്രീ ചോദിക്കുന്നു, മകൻ കൊല്ലപ്പെട്ടു, അല്ലാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? ആ സമയത്ത് പറയുന്നു, എൻ്റെ ഭർത്താവും കൊല്ലപ്പെട്ടു പോയി. അപ്പോഴും പെണ്ണ് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹാലെന്താണ്? നിന്റെ സഹോദരനും കൊല്ലപ്പെട്ടു പോയി, ഭർത്താവും മകനും സഹോദരനും കൊല്ലപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണിൻ്റെ ചോദ്യം, കൈഫ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥിതി എന്താണ്, അവിടുത്തെ ഹാലെന്താണ്
ഇതാണ് ചോദിച്ചത്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂല് ഹയ്യുൻ, അവിടുന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് കുല്ലു മുസീബത്തിൻ ബഅദ റസൂലില്ലാഹി ജലൽ, അല്ലാഹുവിൻ്റെ റസൂൽ ഇവിടെയുണ്ടോ എങ്കിൽ ഒരു മുസീബത്തും നമ്മൾക്കൊരു പ്രശ്നമല്ല. അല്ലാഹുവിൻ്റെ റസൂല് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പരിഹരിക്കപ്പെട്ടു പോയി. അതാണ് ഭർത്താവിനേക്കാളും മകനേക്കാളും വാപ്പയെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും പ്രിയം വെക്കുകയാണ്. അതാണ് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൂനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ വീടോ നിങ്ങളുടെ സമ്പത്തോ ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പ്രതീക്ഷിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഭൗതികമായ ഒരു സാധനത്തോടും അല്ലാഹുവിൻ്റെ ഹബീബിനേക്കാൾ പ്രിയം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള പ്രിയത്തെ, അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള പ്രിയം അതുപോലെയും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഐബിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടവരാണ്. ഒരു ഐബ് അവിടത്തേക്ക് ഇല്ല. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്സാൻ ഇബ്നു സാബിത്ത് വലിയ ശായിറായിരുന്നു, വലിയ കവിയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് ചെയ്തുകൊണ്ട് എത്രയെത്ര കവിതകളാണ് ഉണ്ടാക്കിയത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞില്ലേ, ഒരൊറ്റ കവിത റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കവിത ഉണ്ടായാൽ അവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു പോയി എന്നാണ്. ഫഇന്ന അബി വവാലിദതി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. ഫഇന്ന അബി വവാലിദതി വഇർളി, എൻ്റെ പിതാവും എൻ്റെ ഉമ്മയും എൻ്റെ മാതാവും വഇർളി, എൻ്റെ അഭിമാനവും ലിഇർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനം രക്ഷപ്പെടുത്താൻ വേണ്ടി സമർപ്പണമാണ്. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ അഭിമാനം എല്ലാം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമർപ്പണമാണ്. അതാണ് സ്വഹാബത്തിൻ്റെ അവസ്ഥ. എത്രത്തോളം നിങ്ങൾ നോക്ക്, മദീന മുനവ്വറയിൽ ഇപ്പോഴും എഴുതപ്പെട്ടിട്ടുണ്ട്. എത്ര പരിഷ്കരിച്ചവരാണെന്ന് പറഞ്ഞിട്ടും അവിടെ നിന്ന് എടുത്തു കളയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് കണ്ടില്ലേ, അല്ലാഹുവിൻ്റെ ഹബീബിന് മാത്രമല്ല അവിടെ നിന്ന് കിടക്കുന്ന ഖബർ ശരീഫ്, ആ ഖബർ ശരീഫിൻ്റെ തണ്ടമാണ് എന്നല്ലേ അവിടെ എഴുതി വച്ചിട്ടുള്ളത്. നിങ്ങൾ മദീനത്ത് പോയവരോട് ചോദിച്ചു നോക്കൂ. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമുഹു ഫതാബ മിൻ തീബിഹിന്നൽ കഅഉ വൽ അഖമു. എന്താണ് യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമുഹു ഫതാബ മിൻ തീബിഹിന്നൽ കഅഉ വൽ അഖമു. നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു
വഫീൽ ജൂദ് വൽ കറമു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കാണ്, അങ്ങയുടെ ഖബറിലേക്ക് എൻ്റെ ശരീരം തണ്ടമാണ്, ഖബറിലേക്ക് എൻ്റെ ശരീരം സമർപ്പണമാണ്. ഇത് പറയപ്പെട്ടത് എത്ര കാലമായി മദീനത്ത് എഴുതി വെച്ചത്, ഒരാൾക്കും അത് മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വഹാബത്തും താബിയുകളും താബിയുത്താബിയുകളും അയിമ്മത്തുകളും എല്ലാം അംഗീകരിച്ചു വന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് എല്ലാം സമർപ്പണമാണ്. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. വലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. വിഷമമൊന്നുമില്ല ഞങ്ങളെ, ഇങ്ങോട്ട് പോരുമ്പോൾ ലേശം തലയിൽ നീരിറങ്ങിക്കൊണ്ട് ഇങ്ങനെ കുറവന്ന സാറില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, റബ്ബിനെ തന്നെ സത്യം, അവർ വിശ്വസിച്ചവരല്ല, അവർ വിശ്വസിച്ചവരല്ല, മുഅ്മിനീങ്ങളല്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവുമുണ്ടായാൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൽ തങ്ങൾ വിധി കൽപ്പിക്കുകയും ചെയ്താൽ, എന്നിട്ടോ തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, തങ്ങളെ വിധിയിൽ അവരുടെ മനസ്സിൽ ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. സാധാരണ ഒരു മധ്യത്വം പറയുന്ന ആള് ഒരു വിധി പറഞ്ഞാൽ തൽക്കാലം അയാൾ കുറച്ച് അങ്ങോട്ട് ചാഞ്ഞു ഇങ്ങോട്ട് ചാഞ്ഞു എന്ന് കക്ഷികൾക്ക് തോന്നും. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വിധി കൽപ്പിച്ചിട്ട് ആ വിധിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടെന്ന് കരുതിയാൽ അവൻ മുഅ്മിനല്ല. അത് പൂർണ്ണമായും അംഗീകരിക്കണം. മാത്രമല്ല വയുസല്ലിമു തസ്ലീമാ, നിന്റെ എല്ലാ വസ്തുക്കളെയും, നിന്റെ ഭാര്യമാരും മക്കളും സ്വത്തും കുടുംബവും എല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിന് സമർപ്പിക്കുന്നത് വരെ ഈമാൻ പൂർണ്ണമല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സർവവും അവിടത്തേക്ക് സമർപ്പിക്കണം. ആ സമർപ്പണത്തിലൂടെ തന്നെയാണ് യഥാർത്ഥ മുഅ്മിൻ ആകുന്നത്. അതുതന്നെയാണ് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിലേക്ക് വിശ്വസിച്ച് കടന്നു വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ എന്നെ പ്രിയം വെക്കണം, എല്ലാ വസ്തുക്കളെക്കാളും പ്രിയം വെക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി, ഒഹിബുക്കാൻ കൊല്ലി ചെയ്യുന്നില്ല നഫ്സി, ഞാൻ എൻ്റെ ശരീരത്തെ കഴിച്ചിട്ട് രണ്ടാമതാണ് തങ്ങളെ പ്രിയം വെക്കുന്നത്, എൻ്റെ ശരീരത്തോടാണ് എനിക്ക് ഏറ്റവും പ്രിയമെന്ന് പറഞ്ഞപ്പോൾ ലാലാ, അതൊരിക്കലും നടക്കൂല. ലാ തുഅ്മിനു ഹത്താ തുഹിബ്ബനി അൻ കുല്ലി ശൈഇൻ വഅൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും നീ എന്നെ പ്രിയം വെക്കുന്നത് വരെ നീ മുഅ്മിനല്ല ഉമറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു, ഉഹിബ്ബുക അൻ കുല്ലി ശൈഇൻ വഅൻ നഫ്സി യാ റസൂലല്ലാഹ്, ഞാൻ എല്ലാ വസ്തുക്കളെക്കാളും അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എൻ്റെ ശരീരത്തെക്കാളും ഇഷ്ടപ്പെടുന്നു. ആ സമയത്താണ് അല്ലാനയാ ഉമർ, അല്ലാനയാ ഉമർ, ഇപ്പോഴാണ് നീ ശരിയായ മുഅ്മിനായത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും നമ്മുടെ എല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് വെക്കുകയും അവിടത്തോടുള്ള പ്രിയം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യണം.
പ്രിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ വെറും അവിടുന്ന് പറഞ്ഞതനുസരിച്ച് നടക്കുക എന്നല്ലേ എന്ന് ചിലർ പ്രസംഗിക്കൂ. തീർച്ചയായും അല്ല. അവിടുന്ന് പറഞ്ഞതനുസരിച്ച് നടക്കണം, പക്ഷേ അതുകൊണ്ട് മാത്രം പ്രിയപ്പെട്ടവൻ ആവുകയില്ല. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ ഒന്ന്, രണ്ടാമത്തത് വഅസ്സറൂഹു നബിതങ്ങളെ ബഹുമാനിച്ചവർ, മൂന്നാമത്തത് വനസറൂഹു നബിതങ്ങളെ സഹായിച്ചവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു അവിടുന്ന് കൊണ്ടുവന്ന മാർഗത്തോട് അനുഗമിച്ചിട്ടുള്ളവർ. അപ്പൊ 4 കാര്യമുണ്ട്. അതിൽ ഒന്നാണ് ഇത്തിബാഉ എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പ് നബിതങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം, സഹായിക്കണം. അതുകൊണ്ട് തന്നെ മഹബത്ത് എന്ന് പറയുന്നത് വെറും അനുതാപനം ചെയ്യലും അനുഗമിക്കലും മാത്രം അല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തി നാം എല്ലാവരും നമ്മുടെ സർവകാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇത്തിബാഅ് ചെയ്യണം, അനുധാവനം ചെയ്യണം. അതിൽ സംശയം ഇല്ല. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവിടത്തോടുള്ള മഹബത്ത് വളരെ കൂടുതൽ ഉണ്ടാവണമെന്നും ആ മഹബത്ത് വർദ്ധിക്കുന്നതിന് കാരണമായി നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, സാധുക്കളോടുള്ള കൃപ നമുക്ക് വേണം. ഇപ്പോഴിതാ നമ്മുടെ തലക്കോട്ടുകരയിൽ ഒരു സ്ഥാപനം ആരംഭിക്കാൻ പോകുന്നു. വളരെ വയസ്സായി ബുദ്ധിമുട്ടി യാതൊരു മാർഗവുമില്ലാതെ പോകുന്ന ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാനും അതുപോലെ ഭിന്നശേഷിക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കാനും ഉള്ളൊരു സ്ഥാപനം നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയ മഹത്തായ ഒരു സ്ഥാപനമായി അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അതിന് സഹായിക്കണം, സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ആരും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ അവരെങ്ങാനും കൈപിടിച്ചുയർത്തി അവർക്ക് സംരക്ഷണം നൽകിയാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയ ഖൈറാക്കി തരുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اشفنا واشف مرضانا يا شافي المرضى. اللهم ارحمنا وارحم موتانا يا راحم المساكين. ارحم الراحمമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഈ പരിപാടി നീ പരിപൂർണമായി വിജയിപ്പിക്കണം അല്ലാഹ്. ഇത് കഴിഞ്ഞിട്ട് അല്ലാ, നിങ്ങളുടെ പരിപാടി നീ വിജയിപ്പിക്കണം അല്ലാ. നിൻ്റെ സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനുറഹീമായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും മഗ്ഫിറത്തും നൽകണേ അല്ലാ. പ്രത്യേകിച്ച്
നസറുദ്ദീൻ ദാരിമി അടുത്ത സമയത്ത് ഞങ്ങളോട് വിട്ടുപിരിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ മറ്റു ചില പ്രവർത്തകന്മാർ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ദീർഘ ആയുസ് തരണേ അല്ലാ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഇൽമു പഠിപ്പിക്കാനും തഖ്വ ചെയ്യാനും ഞങ്ങൾക്ക് നീ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. ഇസ്സത്തുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ, ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. കൊറോണ വൈറസിനെ തൊട്ടും മറ്റെല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ അഹബാബിങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയക്കാർ കുടുംബങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. ലോകത്ത് നിന്ന് തന്നെ ഇത് എത്ര പെട്ടെന്ന് നീ എടുത്തു കളയണമല്ല. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങൾക്ക് നീ നിൻ്റെ ഏത് മുസീബത്ത് തന്നാലും ഏത് ആഫത്ത് തന്നാലും ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിവില്ല അല്ലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്ത് തന്നെ അല്ലാ, ശിഫ നൽകണേ അല്ലാ, നല്ല ശിഫ നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ, ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങൾക്ക് ആ ബിൽഡിംഗ് എടുത്ത ആൾക്ക് അയച്ചു കൊടുക്കുക. അല്ല, അൽഹംദുലില്ലാ. സഅദത്തു ശൈഖ് അബ്ദുൽ അസീസ് ബിനു മിസ്ഫർ ആൽ മൂസ ബനാ ലനാ ബിനായത്തൻ വാസിഅത്തൻ കബീറത്തൻ لتعليم العلوم الدينية والعصرية. يتقبل الله منه صالح الأعمال. الحمد لله بنى لنا بناية لصدقة جارية لوالده المرحوم مصفر بن محمد آل موسى. اللهم اجعله في ميزان حسناته يا أرحم الراحمين. اللهم اجعل هذه البناية في ميزان حسناته يا أرحم الراحمين. اللهم اجعل ثواب أعمالنا في هذه البناية من تعليم القرآن الكريم وتعليم حفظة القرآن الكريم وتعليم الطلاب العلوم الدينية والشرعية. اللهم اجعله في ميزان حسناته يا أرحم الراحمين، في ميزان حسنات عبد العزيز بن مصفر وفي ميزان حسنات والده يا أرحم الراحمين. الحمد لله. نبشر سعادة السيد عبد العزيز بن مصفر بأننا وسعنا هذه البناية وكملنا أعمالها وركبنا المصعد للفقراء وكبار السن لئلا يكونوا متعبين بالركوب على السلم، وللذين لا يستطيعون So get this, every 1.0
يكونوا متعبين بالركوب على السلم وللذين لا يستطيعون اثنين إن شاء الله نرسل له رسالة الحمد لله ഇനി ആര് സംസാരിക്കുന്നത് നമ്മളെ തലക്കോട്ടുകര സാധനം നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി വയസ്സന്മാർക്കും നടക്കാൻ കഴിയാത്തവർക്കും അതുപോലെ ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമായ നിലക്ക് വലുതാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ജനുവരി മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. നിങ്ങളെല്ലാവരും ഒരു സഹകരിക്കണം, സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്താരാഷ്ട്ര മതമൈത്രി സമ്മേളനത്തിന്റെ ഉപദേഷ്ടാവ്, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി, തൃശൂർ ജില്ലാ സംയുക്ത ഖാദി ബദറുസാദാത്ത് സയ്യദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു.